ADGPയുടെ പങ്ക് ഡാൻ അത് വളരെ പ്രധാനമാണല്ലോ. എന്താണ് ഈ ഷാജ് കിരൺ ഈ സരിത്ത് അറസ്റ്റ് ചെയ്ത ശേഷം അതിന്റെ നേട്ടമുണ്ടാക്കിയത് ADGP ആണ് എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തുന്നത്? അത് എങ്ങനെയാണ് നേട്ടം എന്നുള്ളതാണ്. ഇയാൾ ഈ വിവരങ്ങൾ ഏത് തരത്തിൽ മറ്റുള്ള ആളുകളെ സംരക്ഷിക്കാൻ ഉപയോഗിച്ചു എന്നാണ് ഈ ഷാജ് കിരൺ പറയുന്നത്. അതായത് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ആ സ്ക്രീൻഷോട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങൾ കൃത്യമായി വായിച്ചിട്ടുണ്ടാകും. അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ സ്മാർട്ട് ഫോണിൽ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന സ്മാർട്ട് ഫോണിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഇബ്രാഹിമിന്റെ സ്മാർട്ട് ഫോണിലായിരുന്നു സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട പാലക്കാട് HRMS വെച്ച് അവർ സംസാരിക്കുന്ന ശബ്ദ സന്ദേശം അത് കൃത്യമായി ഇബ്രാഹിം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതടക്കമുള്ള വിവരങ്ങൾ അടങ്ങിയ 2 സ്മാർട്ട് ഫോണുകളാണ് പോലീസിന് കൈമാറിയത്. നമുക്കറിയാം ഈ വിവാദങ്ങൾ കൊടുക്കുന്നതിനിടയിൽ ഈ ഷാജ് കിരണുമായി സംസാരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളുടെ പേരിലാണ് MR അജിത് കുമാറിനെ വിജിലൻസ് തലപ്പത്ത് നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് 3 മാസത്തെ ഇടവേളയ്ക്കപ്പുറം പിന്നീട് MR അജിത് കുമാർ ക്രമസമാധാന ചുമതലയിലെ നിർണായക പദവിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന നിർണായകമായ പദവിയിലേക്ക് MR അജിത് കുമാർ തിരികെ എത്തുകയാണ്. അങ്ങനെ അദ്ദേഹം ക്രമസമാധാന ചുമതലയുടെ തലപ്പത്തേക്ക് തിരികെ എത്തിയതിന് പിന്നിൽ ചില അസ്വാഭാവികതകൾ ഉണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അവിടെ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന എന്തോ ചിലത് MR അജിത് കുമാറിന്റെ പക്കലുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളാണ് നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ സ്വപ്ന സുരേഷ് ഇവിടെ നിന്ന് ലോക്ക്ഡൌൺ സമയത്താണ് രക്ഷപ്പെടുന്നത്. അങ്ങനെ രക്ഷപ്പെട്ട് സ്വപ്ന സുരേഷിന് ബംഗളൂരുവിലേക്ക് എത്താനായി സഹായം ചെയ്തു കൊടുത്തതിന് പിന്നിൽ കൃത്യമായ ചില സ്വാധീനങ്ങളുണ്ട് എന്ന വിവരങ്ങളൊക്കെ ആദ്യഘട്ടം മുതൽ തന്നെ പുറത്തു വന്നതാണ്. അതാരാണ് എന്ന വിവരങ്ങളാണ് ഇനി പുറത്തു വരാനുള്ളത്. അതിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഷാജ് കിരണിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. സ്വാഭാവികമായി ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് കേന്ദ്ര ഏജൻസികൾ ഇവിടെ അന്വേഷിക്കാനായി എത്തിയെങ്കിലും വലിയ തരത്തിലുള്ള കോലാഹലങ്ങൾ അതിന്റെ പേരിൽ ഉണ്ടായെങ്കിലും രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായാലും പിന്നീട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കറിനെ ED അറസ്റ്റ് ചെയ്തതൊഴിച്ചാൽ മറ്റ് നടപടികളിലേക്കൊന്നും കടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല. അതിന്റെ അന്വേഷണം എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ പല ഉദ്യോഗസ്ഥരെയും ചെന്നൈയിലേക്ക് ഉൾപ്പെടെ സ്ഥലം മാറ്റുന്നതടക്കമുള്ള സാഹചര്യങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഈ കേസിൽ സുപ്രധാനമായി മാറിയിട്ടുള്ളത്. അതിനിടയിലാണ് MR അജിത് കുമാറിന്റെ കൈവശം ലഭിച്ച ആ ഫോണിൽ അല്ലെങ്കിൽ സരിത്തിനെ കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാർ മറ്റെന്തെങ്കിലും തെളിവുകൾ ഒളിപ്പിക്കാൻ ശ്രമിച്ചോ അല്ലെങ്കിൽ കൈവശപ്പെടുത്താൻ ശ്രമിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണോ MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ഇത്രയധികം സമയം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാതിരിക്കുന്നതിന് പിന്നിൽ ആഭ്യന്തര വകുപ്പിനെ സമ്മർദ്ദത്തിലാക്കുന്ന എന്തെങ്കിലും തെളിവുകൾ MR അജിത് കുമാറിന്റെ പക്കലുണ്ടോ എന്ന സംശയങ്ങളൊക്കെ ബലപ്പെടുത്തുന്നത്? ഏതായാലും അതിനിർണായകമായ വെളിപ്പെടുത്തലുകൾ ഷാജ് കിരണിന്റെ ഭാഗത്തുണ്ടാകുന്നു. അത് വാട്സപ്പ് ചാറ്റിലടക്കം പുറത്തുവിടുകയാണ്. ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം സംഭവങ്ങളിൽ ഒരു വലിയ തലത്തിലുള്ള നടപടികൾ നേരിട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ വീണ്ടും സർവീസിൽ തുടരുന്നത് എന്നുകൂടി ആലോചിക്കണം. ഇയാൾക്കെതിരെ വീണ്ടും ആരോപണങ്ങൾ മുന്നോട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഷാജ് കിരണുമായി സംസാരിക്കുന്നു, നിരവധിയായ മിസ്ഡ് കോളുകൾ കാണാം. ഷാജ് കിരണുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഈ തട്ടിയെടുത്തു ഈ സരിത്തിനെ തട്ടിയെടുത്തു കൊണ്ടുപോയി ആളുകൾ കൊണ്ടുപോകുന്ന വിവരം സംസാരിക്കാനായാണ് ഷാജ് കിരണിനെ വിളിച്ചത് എന്ന് ഷാജ് കിരൺ പറയുന്നുണ്ട്. ഈ വിവരം അറിയിക്കാൻ വേണ്ടി ADGP വിളിച്ച് ഷാജ് കിരൺ പറയുന്നുണ്ട്. ഒപ്പം ഈ സ്വപ്ന ഈ വലിയ ലോക്ക്ഡൌൺ സമയത്തൊക്കെ എങ്ങനെ പുറത്തേക്ക് പോയി, ഈ സ്വർണ്ണക്കടത്ത് കേസ് അതിന്റെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളം വിട്ടത് എങ്ങനെ എന്ന ചോദ്യമൊക്കെ അന്ന് തന്നെ നിരവധിയായി നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിനോടൊക്കെ ചേർത്ത് വെക്കാവുന്ന അതിന്റെയൊക്കെ ഏതാണ്ട് പങ്കാളിത്തം ആ തരത്തിൽ കാണാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുകൾ വരുന്നത് എന്നുകൂടി ചേർത്ത് വായിക്കണം. എന്താണ് ഈ വിഷയത്തിൽ ADGPയുടെ പങ്ക് എന്നുള്ളതാണ്. ഇത് ഈ ഷാജ് കിരൺ പറയുമ്പോൾ അതിന്റെ നേരത്തെ ഷാജ് കിരൺ ഈ കേസിൽ എങ്ങനെ ഉൾപ്പെട്ടു, ഇയാളെ പലതരത്തിൽ ചോദ്യം ചെയ്തു, ഇയാളുടെ ഫോണുകൾ പിടിച്ചെടുത്തു, ഇയാളുടെ വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചു, സ്വപ്നയുമായുള്ള ബന്ധം പരിശോധിച്ചു. ഈ സ്വപ്ന ഇവിടെ ഇയാളുമായുള്ള പങ്കാളിത്തം നിഷേധിച്ചിരുന്നു പല ഘട്ടങ്ങളിൽ. എങ്കിലും ഇയാൾ വീണ്ടും പറയുന്നുണ്ട് സ്വപ്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് പറയുന്നുണ്ട്. ഇന്നും നമ്മുടെ അഭിമുഖത്തിലും ഡാനോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് സുഹൃത്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സുഹൃത്തിനെ രക്ഷിക്കുക, സുഹൃത്തിനെ രക്ഷിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ADGPയോട് സംസാരിച്ചത് എന്ന് പറയുന്നു. അതിനപ്പുറമുള്ള ബന്ധം ഈ ADGPയും ഷാജ് കിരണുമായി ഉണ്ട് എന്ന് ഷാജി തന്നെ സമ്മതിക്കുന്നുണ്ടോ?
സ്വാഭാവികമായി അത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുമല്ലോ. കാരണം നമ്മളടക്കം, അതായത് ഈ മുഖ്യധാരയിൽ നിന്ന് അദ്ദേഹത്തെ മറ്റ് കാര്യങ്ങൾ ചോദിച്ചറിയാനായി വിളിക്കുമ്പോൾ പോലും പലപ്പോഴും അദ്ദേഹത്തെ ഫോണിൽ കിട്ടാറില്ല. കാരണം അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ തിരക്കുകൾ കൊണ്ടായിരിക്കാം അദ്ദേഹം ഫോണിൽ അങ്ങനെ റെസ്പോണ്ട് ചെയ്യാറില്ല. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ഈ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുകയായിരുന്ന ഷാജ് കിരൺ പിന്നീട് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം ഒരു സന്ദേശം കൈമാറുമ്പോൾ പൊടുന്നനെ അദ്ദേഹത്തെ തുടർച്ചയായി ഇങ്ങനെ ഫോണിൽ വിളിക്കാനുള്ള എന്ത് ബന്ധമാണ് അവർ തമ്മിലുള്ളത്? അതോടൊപ്പം തന്നെ വിജിലൻസിന്റെ തലപ്പത്തിരിക്കുന്ന MR അജിത് കുമാറിന് ക്രമസമാധാന ചുമതലയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസിലേക്ക് നേരിട്ട് ഇടപെടാൻ വിജിലൻസിന് ലഭിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുക, അല്ലെ അതിൽ മേൽനോട്ടം വഹിക്കുക എന്നതിനപ്പുറത്തേക്ക് എന്ത് ഔദ്യോഗികമായ ഇടപെടൽ നടത്താനാണ് MR അജിത് കുമാറിന് കഴിയുക എന്ന വലിയ ചോദ്യമുണ്ട്. അവിടെയാണ് ഈ സരിത്തിനെ കസ്റ്റഡിയിലെടുത്ത കാര്യം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. അതീവ രഹസ്യമായി, അതായത് ഈ വിവരം സ്വപ്ന സുരേഷ് ഇങ്ങനെ രഹസ്യമൊഴി കൊടുക്കുകയാണ്. സരിത്ത് എന്ന വിവരം കൃത്യമായി ഷാജ് കിരൺ അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്ന MR അജിത് കുമാറിനോട് പങ്കുവെക്കുന്നു. MR അജിത് കുമാർ ഉടൻ തന്നെ ഒരു വിജിലൻസ് സംഘത്തെ അയച്ച് സരിത്തിനെ കസ്റ്റഡിയിലെടുക്കുന്നു. പക്ഷേ കസ്റ്റഡിയിലെടുത്ത ഈ വിവരം കൈമാറിയ ഷാജ് കിരണിൽ നിന്നും സ്വപ്നയിൽ നിന്നും എല്ലാം മറച്ചുവെക്കുന്നു. പിന്നീട് അരമണിക്കൂറിന് ശേഷം, അതായത് അരമണിക്കൂറിന്റെ ഇടവേളയിലാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പിന്നീട് അരമണിക്കൂറിന് ശേഷം വിജിലൻസ് ആണ് കസ്റ്റഡിയിലെടുത്തതെന്ന് സ്വപ്നയും അതോടൊപ്പം ഷാജ് കിരൺ